ഇത് മണികണ്ഠപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ വാകത്താനം ഗ്രാമത്തിലാണ് മണികണ്ഠപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്കുംകൂർ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഇവിടം. 850 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ തെക്കുംകൂർ രാജാവായിരുന്ന ഇരവി മണികണ്ഠവർമ്മൻ എന്ന രാജാവാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇവിടെയുള്ള ശിവക്ഷേത്രത്തിന് അതിനേക്കാൾ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, മണികണ്ഠപുരത്തു നിന്നും വന്യമലയിലേക്ക് അക്കാലത്ത് ഒരു തുരങ്കപാത നിലനിന്നിരുന്നതായി ഉണ്ണുനീലി സന്ദേശത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ അടുത്ത കാലത്ത് കണ്ടെടുക്കുകയുണ്ടായി. ക്ഷേത്രത്തിന്റെ പ്രതാപകാലത്ത് നൂറുകണക്കിന് ആൾക്കാർക്ക് ദിവസവും ഭക്ഷണം നൽകത്തക്ക വിധം വലിപ്പത്തിൽ ഊട്ടുപുരയും അതിനോടനുബന്ധിച്ച് നൂറുകണക്കിന് ഏക്കർ നെൽവയലുകളും ക്ഷേത്രത്തിനുണ്ടായിരുന്നതായും രേഖകളിൽ കാണാം. ക്ഷേത്ര സംബന്ധിയായ ആചാര സംബന്ധിയായ ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശവാഹകൻ തിരുവനന്തപുരം മുതൽ അന്നത്തെ വടക്കൻകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കടുത്തുരുത്തി വരെയുള്ള യാത്രയിൽ കടന്നുപോയ വഴികളെപ്പറ്റിയും പ്രധാന ക്ഷേത്രങ്ങളെക്കുറിച്ചും അങ്ങാടികളെക്കുറിച്ചും പഴയ ജനപഥങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് അന്ന് തെക്കുംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മണികണ്ഠപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്ര സംബന്ധിയായ മറ്റൊരു റീലുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.